നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാറിന്റെ നിലവിലെ അപകടകരമായ സ്ഥിതിവിശേഷത്തിൽ ആശങ്ക ദിനംപ്രതി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള നീക്കത്തിലാണ് കേരളം. ഇതിനിടെ മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി നാളെയും മറ്റന്നാളും അണക്കെട്ടിൽ പരിശോധന നടത്തും. അതിനുശേഷം അണക്കെട്ടിൽ നടത്തിയ അറ്റകുറ്റപ്പണികളും വള്ളക്കടവിൽ നിന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്ക് വനമേഖലയിലൂടെയുള്ള റോഡിന്റെ അവസ്ഥയും സംഘം പരിശോധിക്കും. 2014 പെരിയാർ അണക്കെട്ട് നിരീക്ഷിക്കാനും പരിപാലിക്കാനും സുപ്രീം കോടതി 3 അംഗ മോണിറ്ററിംഗ് കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. പിന്നീട് ഇരു സംസ്ഥാനങ്ങളിൽ നിന്നും ഓരോ സാങ്കേതിക വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തി ഇത് 5 അംഗ കമ്മിറ്റിയാക്കി മാറ്റി. കേന്ദ്ര ജല കമ്മീഷൻ ചീഫ് എഞ്ചിനീയർ രാകേഷ് കശ്യപ് ചെയർമാനായുള്ള കമ്മിറ്റിയിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്നത് പ്രിൻസിപ്പൽ സെക്രട്ടറി അശോക് കുമാർ സിംഗും ഇന്റർസ്റ്റേറ്റ് വാട്ടർ ചീഫ് എഞ്ചിനീയർ ആർ പ്രിയേഷുമാണ്. കാവേരി സെൽ ചെയർമാൻ സുബ്രഹ്മണ്യം, അഡീഷണൽ ചീഫ് സെക്രട്ടറി സന്ദീപ് സക്സേന എന്നിവരാണ് തമിഴ് പ്രതിനിധികൾ. അണക്കെട്ടിലെ പരിശോധനകൾക്ക് ശേഷം കുമളി മുല്ലപ്പെരിയാർ ഇറിഗേഷൻ വിഭാഗം ഓഫീസിൽ യോഗം ചേർന്ന് പരിശോധനാ റിപ്പോർട്ടിന് രൂപം നൽകും. 2023 മാർച്ചിലാണ് സമിതി അവസാനമായി അണക്കെട്ടിൽ പരിശോധന നടത്തിയത്. മുല്ലപ്പെരിയാറിൽ അണക്കെട്ടിൽ സുപ്രീം കോടതി നിയോഗിച്ച ഉന്നതാധികാര സമിതി 13, 14 തീയതികളിലാണ് പരിശോധന നടത്തുന്നത്. മഴക്കാലം കനക്കുന്നതിന് മുമ്പ് 2 ദിവസങ്ങളിലായി വിശദമായ പരിശോധനയാണ് സമിതി ലക്ഷ്യമിടുന്നത്. സെൻട്രൽ വാട്ടർ കമ്മീഷൻ ചെയർമാൻ രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ കേരള ഇറിഗേഷൻ വകുപ്പ് ചീഫ് എഞ്ചിനീയർ അലക്സ് വർഗീസ്, തമിഴ്നാടിന്റെ ഉന്നത ഉദ്യോഗസ്ഥരായ സന്ദീപ് സക്സേന, സുബ്രഹ്മണ്യൻ എന്നിവർ സംഘത്തിലുണ്ടാകും. പ്രധാന ഡാമിന് ബലക്ഷയമില്ലെന്ന് സുപ്രീം കോടതി വിധിയുണ്ടെങ്കിലും അണക്കെട്ടിൽ വിശദമായ പരിശോധനയായിരിക്കും ഉണ്ടാവുന്നത്. ബേബി ഡാം, പ്രധാന ഡാമിനും ബേബി ഡാമിനും ഇടയിലുള്ള എർത്ത് ഡാം എന്നിവിടങ്ങളിൽ വിശദമായ പരിശോധന ഉണ്ടായേക്കും. തമിഴ്നാട് ആവശ്യപ്പെടുന്നതും ലക്ഷ്യമിടുന്നതും എർത്ത് ഡാം, ബേബി ഡാം എന്നിവ ബലപ്പെടുത്തുകയെന്നതാണ്. എർത്ത് ഡാം ബലപ്പെടുത്തുന്നതിന് ഏതാനും മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നാണ് തമിഴ്നാട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നത്. സമിതിക്ക് മുന്നിൽ എർത്ത് ഡാം ബലപ്പെടേണ്ടതിന്റെ ആവശ്യകതയും മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടതും തമിഴ്നാട് ശക്തമായി ഉന്നയിക്കും. വള്ളക്കടവിൽ നിന്ന് അണക്കെട്ടിലേക്കുള്ള മണ്ണ്, റോഡ് അറ്റകുറ്റപ്പണി നടത്തണമെന്നും തമിഴ്നാടിന്റെ ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. എർത്ത് ഡാമിലെ മരങ്ങൾ മുറിച്ചു മാറ്റാൻ കേരള ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അനുമതി നൽകിയിരുന്നു. വിവാദമായപ്പോൾ ഈ അനുമതി പിൻവലിച്ചത് വീണ്ടും വിവാദമാവുകയും തമിഴ്നാട് കോടതിയെ സമീപിക്കുകയും ചെയ്തു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ കഴിഞ്ഞ ദിവസത്തെ ജലനിരപ്പ് 119.5 അടിയാണ്. അണക്കെട്ടിലേക്ക് സെക്കൻഡിൽ 507 ഘനയടിയായി വെള്ളം ഒഴുകിയെത്തുന്നുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും 507 ഘനയടിയായി വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട്. അണക്കെട്ടിൽ 5 മില്ലിമീറ്ററും തേക്കടിയിൽ 2 മില്ലിമീറ്ററും മഴ രേഖപ്പെടുത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പരമാവധി സംഭരണ ശേഷി 152 അടിയായി നിശ്ചയിച്ചിട്ടുണ്ട്. അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് മഴ ഇപ്പോൾ കുറവാണ് ലഭിക്കുന്നത്. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരളത്തിന്റെ ശ്രമത്തിനെതിരെ തമിഴ്നാട്ടിലെ പെരിയാർ വൈഗ ഇറിഗേഷൻ കർഷക കൂട്ടായ്മ മാർച്ച് നടത്തിയിരുന്നു. പുതിയ അണക്കെട്ടിനുള്ള നീക്കം ഉപേക്ഷിച്ചില്ലെങ്കിൽ 2011-ലേതുപോലെ സമരം ശക്തമാക്കാനാണ് കർഷക കൂട്ടായ്മ പ്രസിഡന്റ് അൻവർ സിംഗത്തിന്റെ മുന്നറിയിപ്പ്. കൂടാതെ ജൂൺ 13-ന് കേരളത്തിലേക്കുള്ള റോഡുകൾ ഉപരോധിക്കുമെന്നും സംഘടന പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.